എത്രത്തോളം നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ, അപ്പോ ചില ബീഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു 40 പോയിന്റിൽ ഇങ്ങനെ ഇടാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നീഡിലാണ് 24. അപ്പോൾ നിങ്ങൾക്ക് ഇതും വാങ്ങി വെക്കണം നല്ലതാണ്. പിന്നെ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് ചിറ്റിയണം എന്ന് ഒരു നിർബന്ധമില്ല. ഇതുപോലെ പെന്നിന്റെ ഉള്ളിൽ ഇട്ടാലും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിടിച്ചിട്ട് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് റിംഗ് ആണ്. ഇതാണ് റിംഗ്. ഇത് 6 ഇഞ്ചിന്റെ റിംഗ് ആണ്. പല ഇഞ്ചിലും അവൈലബിൾ ആണ്. 6, 7, 8, 9 ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് ആ ഒരു രീതിയിലുള്ള റിംഗ് വാങ്ങാം. 6ഓ 7ഓ വാങ്ങാണ് നല്ലത്. പിന്നെ 8 ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടി വലുതായിരിക്കും വട്ടം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് പോപ്ലിംഗ് ക്ലോത്ത് ആണ്. പോപ്ലിംഗ് ക്ലോത്ത് എന്നാണ് പറയാ. ഇത് പിന്നെ കനം കുറഞ്ഞിട്ടുള്ള ടൈപ്പും ഉണ്ട്, കനം കൂടിയ ടൈപ്പും ഉണ്ട്. അപ്പൊ ഇത് ഇന്ത്യക്ക് ഇപ്പൊ ഉള്ള ഈ ഒരു വൈറ്റ് കനം കുറഞ്ഞ ടൈപ്പാണ്. ഇതെന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഉണ്ട്, അതെന്ന് പറയുന്നത് കുറച്ച് കട്ടിയുണ്ട്. അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോൾ കട്ടിയുള്ള പോപ്ലിംഗ് ക്ലോത്ത് വാങ്ങാം കേട്ടോ. കട്ടിയുള്ളത് തന്നെ വാങ്ങണേ. പിന്നെ നമുക്ക് എങ്ങനെയാണ് റിങ്ങിൽ ക്ലോത്ത് ഇടാന്നും കൂടി നോക്കാം. കാരണം ഒരുപാട് പേര് നല്ലോണം ഒന്നും ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് റിങ്ങിൽ ക്ലോത്ത് ഇട്ടിട്ട് തന്നെ നമുക്ക് ആര്യ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ എംബ്രോയിഡറി വർക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ക്ലോത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് അടിയിൽ നിന്ന് സൂചി കുത്തിയെടുത്തിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ആര്യ വർക്കില് പിന്നെ അങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് റിങ്ങില് ഇട്ട് സ്റ്റാൻഡുമേലോ റിങ്ങുമേലോ ഒക്കെ ഇട്ടിട്ട് തന്നെ ആര്യ വർക്ക് ചെയ്യണം. ഓക്കെ, എന്നാൽ തന്നെ നമുക്ക് അത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ റിങ്ങിന്റെ ഉള്ളിലത്തെ ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്ലോത്ത്, ഈ ക്ലോത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഈ ഒരു റിങ്, ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ 6 ഇഞ്ചിന്റെ റിങ് ആണ്. ഈ ഒരു 6 ഇഞ്ചിന്റെ റിങ് ഇതുപോലെ വെച്ചാൽ ഈ ഒരു 4 സൈഡിലേക്കും തുമ്പുണ്ട്. ഓക്കെ, 4 സൈഡിലേക്കും ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ തുമ്പ് വിട്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ നിങ്ങൾ എത്ര ഇഞ്ചിന്റെ റിംഗ് ആണോ വാങ്ങുന്നത്, ഇപ്പൊ 7 ഇഞ്ച് ആണെങ്കിൽ ആ 7 ഇഞ്ചിന്റെ റിംഗ് ഇതുപോലെ വെച്ചിട്ട് 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇവിടെ തുമ്പ് വിട്ടിട്ട് വേണം ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, അതിനുശേഷം ഇതുപോലെ ഉള്ളിലത്തെ റിംഗ് ആണ് കേട്ടോ, ആ സ്ക്രൂ ഇല്ലാത്ത ഉള്ളിലത്തെ റിംഗ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ ക്ലോത്ത് വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു റിങ്ങിന്റെ സ്ക്രൂ ലൂസാക്കി കൊടുക്കുക. നന്നായിട്ട് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കി കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ട, ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഈ തുണി കണ്ട വളരെ ലൂസായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് ജസ്റ്റ് ഈ ഒരു സൈഡിൽ നമ്മൾ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ഈ ഒരു തുമ്പ് നമ്മൾ ആദ്യം നന്നായിട്ട് പിടിച്ച് വലിച്ചു കൊടുക്കുക സൈഡിലേക്ക്. ഈ സൈഡിലത്തെ തുമ്പുകളൊക്കെ ഇതുപോലെ പിടിച്ച് വലിച്ചു കൊടുക്കണം. എല്ലാ സൈഡിലത്തെ തുമ്പും പിടിച്ച് വലിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക. ഈ ടൈറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ എല്ലാ സൈഡും ഒന്നുകൂടി വലിച്ചു കൊടുക്കണം, നന്നായിരിക്കും. ഒന്നുകൂടി ടൈറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്താൻ. ഓക്കെ, അതുപോലെ ഇപ്പൊ നേരത്തേനേക്കാളും കണ്ടോ, നമ്മളിങ്ങനെ തൊടുമ്പോ താഴ്ന്നു പോകുന്നില്ല, കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി സൈഡില് ചെറുതായിട്ട് ഒന്നുകൂടി വലിച്ചു കൊടുക്കുക. തുണി കീറാതെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് റിങ്ങില് ക്ലോത്ത് ഇടുക കേട്ടോ. അപ്പോ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കണം. മെറ്റീരിയൽസിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇന്ന് ആര്യവർക്കിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, അതായത് ചെയിൻ സ്റ്റിച്ചിന്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ സാരി ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സാരി ത്രെഡിന്റെ അറ്റത്ത് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കില്ല, നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ അറ്റത്ത് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക, നല്ല രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക. ഒരു 2-3 തവണ ആ ഒരു കെട്ട് ഒരേ സ്ഥലത്ത് തന്നെ വരുന്ന രീതിയിലേക്ക് 2-3 പ്രാവശ്യമായിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ,
കുറച്ച് കട്ടിയിൽ തന്നെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ 2-3 തവണ ഒക്കെ ഫസ്റ്റ് ബിഗിനേഴ്സ് ആവുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ നീഡിൽ കുത്തിയാല് ത്രെഡ് വലിച്ചാല് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഹോള് വന്നിട്ട് ഈ ഒരു ത്രെഡ് മൊത്തത്തില് മേലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബാക്കിയുള്ള സ്പേസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അല്ലെങ്കിൽ അതായിരിക്കും നമ്മൾ വലിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഭാഗവും വരിക മുകളിലേക്ക്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ത്രെഡ് ഇതുപോലെ മാറ്റി വെക്കുക. ഇനി നിങ്ങൾ സ്റ്റാൻഡ് വാങ്ങിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ, നമ്മൾ സ്റ്റാൻഡ് പറയുന്നില്ല, സ്റ്റാൻഡ് വാങ്ങിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു റിങ്ങുമ്മ സ്റ്റാൻഡ് ഇങ്ങനെ പൊന്തിയിട്ടാണല്ലോ നിൽക്കുക. അപ്പൊ നമ്മൾ ഇതുപോലെയാണ് ത്രെഡ് പിടിക്കുക. അതായത് ഈ ഒരു കെട്ടുള്ള ഭാഗം നമ്മൾ ഇതുപോലെ ഈ ഒരു തള്ളവിരലും ഈ ഒരു വിരലും ചൂണ്ടുവിരലിന്റെ ഇടയിലുള്ള ഈ ഒരു വിരലും കൂടിയിട്ട് ഇവിടെ ഈ ഒരു കെട്ടിട്ട ഭാഗവും അതിനുശേഷം ഇതിങ്ങനെ വലിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ഈ നീഡിലുകൊണ്ട് ഇതുപോലെയാണ് കൊളത്തിയിരിക്കുക. അത് നമ്മൾ റിങ്ങും അതായത് സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുകയാണെങ്കിലാണ് ഇതുപോലെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ സ്റ്റാൻഡ് ഒന്നും വെച്ചിട്ടല്ല നമ്മൾ കാണിക്കുന്നത്, സ്റ്റാൻഡ് ഇല്ലാതെയാണ് കാണിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ലൈനിൽ ചെയ്യാം, എന്നിട്ട് ഈ ഒരു പിക്ചറിൽ നമുക്ക് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. ഈ നീഡിൽ ആദ്യം ഇതുപോലെ കുത്തുക. ഓക്കെ, ഇതുപോലെ നീഡിൽ കുത്തുക. അതിനുശേഷം ബാക്ക് ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു ത്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. സ്റ്റാൻഡിന്മേലല്ല ചെയ്യണം, അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ത്രെഡ് നീഡിൽ കൊണ്ട് മെല്ലെ വലിക്കാം. ഓക്കെ, മെല്ലെ വലിച്ചു. അപ്പൊ ഇവിടെ ഒരു ചെയിനായി. നമ്മള് ഒരു ചെയിനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ വീണ്ടും നീഡിൽ കുത്തി കൊടുക്കുക. നീഡിൽ കുത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യുന്നത് ഈ ഒരു നീഡിലിന്റെ മേലക്ക് ഇങ്ങനെ ആയിരിക്കും ത്രെഡ് കെടുക്കുക. ഈ ഒരു ത്രെഡിനെ ഈ ഒരു നീഡിലിന്റെ സൈഡിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക. ആക്കിയതിന് ശേഷം ഇതുപോലെ വീണ്ടും വലിക്കുകയാണ് ചെയ്യുന്നത്. മുകളിലേക്ക് വലിക്കുകയാണ്. അപ്പൊ ഞാൻ വലിച്ചിട്ടില്ല, ഞാൻ മുകൾ ഭാഗം കാണിച്ചു തരാം. ഈ നീഡിലിനെ ഇതുപോലെ ഈ ഒരു അപ്പൊ ഞാൻ വലിക്കാൻ പോവാണ്. കണ്ട, ഈ ഒരു നീഡിൽ ഒന്ന് ഇങ്ങോട്ട് ചിറ്റിയതിന് ശേഷം വലിക്കുക. നമ്മൾ ഈ ഒരു നീഡിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോ തന്നെ ചെറിയൊരു ഹോൾ ഇവിടെ വീഴും. ഒരു ചെറിയൊരു ഹോള് വീഴും. ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് എന്ത് വേണം, ഈ ഒരു ചെയിന് കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു തുണിയുടെ നീഡിൽമേലാവും കൊളത്തി വലിക്കുക. ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ കിട്ടാന് നമ്മളെ ഈ ഒരു കുളത്ത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, നമ്മൾ ഇരിക്കണതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഇത് ഈ കുളത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ കുത്തണത്. ഓക്കെ, അതിനുശേഷം ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു ത്രെഡ് ഇതുപോലെയാണ് എടുക്കുന്നത്. അത് ഇതുപോലെ പിടിച്ചിട്ട് ഈ നീഡിലിനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ നീഡിലിനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചുറ്റിയതിന് ശേഷം നമ്മൾ മുകളിലേക്ക് എടുക്കുമ്പോൾ ഈ നീഡിലിനെ ഒന്നിങ്ങോട്ട് തിരിച്ചിട്ടാണ് മുകളിലേക്ക് എടുക്കുക. അതായത് ത്രെഡ് ചുറ്റിയതിന് ശേഷം നീഡിലിനെ തിരിക്കുക. ഒന്ന് ജസ്റ്റ് തിരിക്കുക 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് മെല്ലെ മുകളിലേക്ക് എടുക്കണം. അപ്പൊ ഇതുപോലെ പെട്ടെന്ന് ആ ഒരു ത്രെഡ് കൊളത്തിയിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ആ ത്രെഡ് അതിന്റെ മുകളിൽ നിന്ന് അഴിഞ്ഞു പോരാ. അപ്പൊ വീണ്ടും നമ്മൾ ഇതുപോലെ കൊളത്തി കൊടുക്കുക. വീണ്ടും ഇതുപോലെ കൊളത്തി കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ത്രെഡ് നീഡിൽ തിരിച്ചിട്ട് വലിച്ചു കൊടുക്കുക. വീണ്ടും കുത്തി അതിന് ശേഷം ചുറ്റി കൊടുത്തു. ഇതുപോലെയാണ് നമ്മൾ പിടിച്ചിട്ടുണ്ടാവും. ഇതിന്റെ ജസ്റ്റ് ഇതുപോലെ ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ വലിക്കുമ്പോൾ വീണ്ടും ചിലപ്പോൾ ഇതിൽ അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കൊളത്തി കൊടുക്കണം. കൊളത്തി കൊടുത്തതിന് ശേഷം ജസ്റ്റ് തിരിച്ചിട്ട് കൊളത്തി കൊടുത്തതിന് ശേഷം ജസ്റ്റ് നീഡില് നമ്മളെ സൈഡിലേക്ക് അങ്ങനെ എടുക്കുമ്പോ ആ മോന നിൽക്കണ നോക്ക്, നമ്മുടെ സൈഡിലേക്കാണ് മോന വരുന്നത്. ഇവിടുന്ന് കുത്തി കൊടുക്കുമ്പോഴോ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മോന നിൽക്കുന്നത്. ഓക്കെ, മോന നിൽക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ കൊളത്തിയതിന് ശേഷം നീഡിൽ തിരിച്ച് നമ്മളെ സൈഡിലേക്ക് തിരിച്ചിട്ടാണ് നമ്മൾ പൊക്കി കൊടുക്കുക. അപ്പൊ ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടും,
ചെയിന് കിട്ടും. കണ്ടോ, ഇട്ടു. അടിയില് ത്രെഡ് ഞാൻ കണ്ട കൊളുത്തി കൊടുക്കാണ്. കൊളുത്തി കൊടുക്കുക. വീണ്ടും ഇതുപോലെ കൊളുത്തി കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് എടുക്കുമ്പോ ജസ്റ്റ് ഒന്ന് ത്രെഡ് നീഡിൽ തിരിച്ചിട്ട് വലിച്ചു കൊടുക്കുക. വീണ്ടും കുത്തി അതിന് ശേഷം ചുറ്റി കൊടുത്തു. ഇതുപോലെയാണ് നമ്മൾ പിടിച്ചിട്ടുണ്ടാവും. ഇതിനെ ജസ്റ്റ് ഇതുപോലെ ചുറ്റി കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ വലിക്കുമ്പോ വീണ്ടും ചിലപ്പോൾ ഇതിന്ന് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കൊളുത്തി കൊടുക്കണം. കൊളുത്തി കൊടുത്തതിന് ശേഷം ജസ്റ്റ് തിരിച്ചിട്ട് കൊളുത്തി കൊടുത്തതിന് ശേഷം ജസ്റ്റ് നീഡില് നമ്മളെ സൈഡിലേക്ക് കണ്ട അങ്ങനെ എടുക്കുമ്പോ ആ മോന നിക്കണ നോക്ക്, നമ്മുടെ സൈഡിലേക്കാണ് മോന വരുന്നത്. ഇവിടുന്ന് കുത്തി കൊടുക്കുമ്പോഴോ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മോന നിക്കണത്. ഓക്കെ, മോന നിക്കണത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ കൊളത്തിയതിന് ശേഷം നീഡിൽ തിരിച്ച് നമ്മളെ സൈഡിലേക്ക് തിരിച്ചിട്ടാണ് നമ്മൾ പൊക്കി കൊടുക്കുക. അപ്പൊ ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ചെയിന് കിട്ടും. കണ്ടോ, ഇട്ടു. അടിയില് ത്രെഡ് ഞാൻ കണ്ട കൊളുത്തി കൊടുക്കാണ്. കൊളുത്തി കൊടുത്തു. കൊളുത്തിയതിന് ശേഷം വീണ്ടും നീഡിൽ തിരിച്ച് പൊക്കി കൊളുത്തി നല്ല നീഡിൽ തിരിച്ച് പൊക്കിയെടുത്തു. വീണ്ടും നീഡിൽ കൊളുത്തി കൊടുത്തു, പൊക്കിയെടുത്തു. വേണ്ട, ഇതുപോലെയാണ് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ എൻഡ് നോട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പെയ്ഡ് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. എൻഡ് നോട്ട് വേറൊരു ടൈപ്പിലാണ് നമ്മൾ ചെയ്യുക. ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഇതിൽ ചെയ്യണ പോലെ അല്ല നമ്മൾ ചെയ്യുന്നത്. ഫ്രീ ക്ലാസ്സിൽ നമ്മൾ വേറെ രീതിയിൽക്കാണ് എൻഡ് നോട്ട് പറഞ്ഞു തരുന്നത്. അതായത് നമ്മളിപ്പോ ഈ ഒരു ചെയിൻ എടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു ചെയിനിനെ അടിയിൽ നിന്ന് നീഡിൽ കൊടുത്തിട്ട് അടിയിലേക്ക് എടുക്കുകയാണ്. ഈ ഒരു ചെയിനിനെ അടിയിലേക്ക് എടുക്കുകയാണ്. ഈ ഒരു ചെയിൻ ഇപ്പൊ അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് വലുതാക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഈ ഒരു ചെയിന് ലാസ്റ്റിലേക്ക് എത്തുമ്പോ ചെയിന് കുറച്ച് വലുതാക്കി കൊടുക്കുക. ഈ ഒരു ചെയിനിനെ ഇതുപോലെ വലുതാക്കി എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്യാണ്. ഈ ഒരൊറ്റ ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇവിടെ ജസ്റ്റ് രണ്ട് പിന്നെ ത്രെഡും കൂടിയിട്ട് കൂട്ടിക്കെട്ടുക. ശരിക്കും നമ്മള് എൻഡ് നോട്ട് അതായത് ആര്യ വർക്കിൽ ഇതുപോലെ അല്ല ചെയ്യുക. അതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് ഒരു 2 തവണ ഒക്കെ കെട്ടിടുക. അപ്പൊ നമ്മൾ ഈ ഒരു ലാസ്റ്റിൽ എടുക്കുന്ന ചെയിൻ എന്താക്കുക, കുറച്ച് വലിയ ചെയിനാക്കി എടുക്കുക. എന്നിട്ട് നന്നായി കെട്ടിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ത്രെഡ് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ട് ഓക്കെ എന്താ അപ്പൊ ഇതിവിടെ കെട്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു കെട്ടാണ് ആര്യ വർക്കിൽ. പക്ഷെ നമ്മൾ ഡ്രസ്സിൽ ചെയ്യുമ്പോഴും അല്ലാതെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു കെട്ടല്ല യൂസ് ചെയ്യുക. ഫ്രീ ക്ലാസ്സിൽ മാത്രമാണ് ഈ ഒരു കെട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മൾ പെയ്ഡൻ ക്ലാസ്സിലാണ് ആ ഒരു എൻഡ് നോട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ചെയിൻ സ്റ്റിച്ചിങ്. ഇനി നമുക്ക് ഈ ഒരു പിക്ചറിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നമ്മൾ ചെയ്യുമ്പോൾ എത്ര വലിയ അത് നിങ്ങളൊരു ലൈനിൽ ഇതുപോലെ വലിയ ചെയിനായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. വലിയ ചെയിനായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പിന്നെ ഒന്നുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം ഒരു പിക്ചർ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് പിക്ചറിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാൻ ത്രെഡ് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാണ്. ഈ ഒരു സൈഡിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. നീഡിൽ കുത്തി അതിന് ശേഷം ഇതുപോലെ വലിച്ചു കൊടുത്തു. ഓക്കെ, ഇവിടെ ഒരു ചെയിൻ വന്നു. ഈ ഒരു ചെയിനിന് അടിയിൽ നിന്ന് ത്രെഡ് വലിച്ചിട്ട് ചെറുതാക്കിയിട്ടാണ് നമ്മൾ പിക്ചറിലേക്ക് ചെയ്യുക. വീണ്ടും
ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുക. ഇതിന്റെ മുന നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുത്തി അതിന് ശേഷം ഇതുപോലെ കൊളത്തി കൊടുത്തു. കൊളത്തി വെച്ചതിന് ശേഷം ഈ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് നീഡിലൊന്ന് തിരിച്ചിട്ടാണ് കേട്ടോ. ഒന്നുകൂടി കാണിച്ചു തരാം. കൊളത്തി നീഡിലൊന്ന് തിരിച്ച് പൊക്കിയെടുത്തു. ഈ ചെറിയ ചെറിയ ചെയിൻ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിക്ചറിലേക്ക് ചെയ്യുക. ഓക്കെ, ഞാന് ഈ ഒരു പിക്ചറിലേക്ക് ചെയ്യുന്നതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. നമ്മൾ ഫസ്റ്റ് ലൈനിൽ ചെയ്ത് കാണിച്ച കാരണോട്ടാണ് ഞാൻ ചെയ്ത് പോവാണ് പിക്ചറിൽ ചെയ്യുന്നത്. ഇപ്പോ ഇതിൽ തന്നെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പഠിക്കാണ്ട്. നമ്മളിത് കൂടുതലായിട്ട് ഇത്രത്തോളം വലിച്ചെടുക്കുക. അതിനുശേഷം അടിയിലേക്ക് വലിക്കുക. രണ്ട് ചെയിനും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് വലിക്കുക. ഓക്കെ, അതിനുശേഷം ഇപ്പോ ഇതിൽ തന്നെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പഠിക്കാണ്ട്. നമ്മളിത് കൂടുതലായിട്ട് ഇത്രത്തോളം വലിച്ചെടുക്കുക. അതിനുശേഷം അടിയിലേക്ക് വലിക്കുക. രണ്ട് ചെയിനും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് വലിക്കുക. ഓക്കെ, അതിനുശേഷം ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഈ ഒരു ത്രെഡും ഈ ഒരു ത്രെഡും നമ്മൾ സെന്ററിൽ കട്ട് ചെയ്തു. അതിനുശേഷം ഇത് ജസ്റ്റ് 2 പ്രാവശ്യം കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ ഇപ്പോ ഈ ഒരു ഫ്രീ ക്ലാസ്സിലുള്ള വർക്കുകളിലൊക്കെ ഇതുപോലെ ചെയ്യാം. അല്ലാത്തതിലൊക്കെ വേറെ നോട്ടാണ് കേട്ടോ വരിക, എൻഡ് നോട്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇത് വലിച്ചാലൊക്കെ ഈ ഒരു സ്റ്റിച്ച് അഴിഞ്ഞു പോരും. അപ്പോൾ എൻഡ് നോട്ട്, അതായത് നിങ്ങളെ ഈ ഒരു കെട്ടിടുന്നത് മറക്കരുത്. കെട്ടിടാതെ നമ്മൾ ചെയ്താല് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇത് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. സ്റ്റിച്ച് നമ്മൾ ചെയ്ത വർക്ക് മൊത്തത്തിൽ അഴിഞ്ഞു പോരും നമ്മൾ കെട്ടിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അവിടെ ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ, അവിടേക്ക് നമ്മൾ വരുമ്പോ ഞാനിവിടെ ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു കോൺ ഷേപ്പ്. അതിൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ,
ഈ ഒരു കോൺ ഭാഗം എത്തി. നിങ്ങളുടെ ഈ ഒരു സൈഡിലേക്കാണ് ഞാൻ നേരിട്ടിട്ട് ഞാൻ ഈ ഒരു സൈഡിലേക്ക് ചെയിൻ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ചെയിൻ കണ്ട ലൂസായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ചെയിൻ ലൂസായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ആ ഒരു കോണ് കറക്റ്റ് കിട്ടൂല. കണ്ട ഞാൻ ഇപ്പൊ ഇവിടുന്ന് ചെയിൻ എടുക്കുകയാണെങ്കിൽ കണ്ട ഈ ഒരു കോണ് കിട്ടണില്ല. അവിടെ ആ ഒരു ചെയിൻ ലൂസായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മള് ഈ ഒരു ചെയിനിന്റെ തൊട്ടടുത്തുനിന്ന് ആ ഒരു കോൺ ഭാഗത്ത് തൊട്ടടുത്തുനിന്ന് ഒരു ചെയിൻ കൂടി എടുക്കുക. എന്നിട്ട് വീണ്ടും കുഞ്ഞൊരു ചെയിൻ എടുക്കണം. അപ്പൊ അതവിടെ ലോക്കായി. അതിനെ ലോക്ക് ചെയിൻ എന്നാ പറയാ. വേറെ ഒന്നുമില്ല, ഒരു ചെറിയ ചെയിൻ അടുത്തുനിന്ന് എടുക്കുക. ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ചെയിൻ എടുത്ത് ചെയ്തു. നമ്മളിപ്പോ കെട്ടിടാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഫുള്ള് അഴിഞ്ഞു പോരും. അപ്പോ നമ്മൾ ശ്രദ്ധിക്കണം, പകുതിക്ക് വെച്ചിട്ടൊന്നും എണീറ്റ് പോവരുത്. അപ്പോ ഇതുപോലെ ചെയിന് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോണം. ഒരു മിനിറ്റ്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഒരു ചെയിൻ ലൂസായിട്ട് നിൽക്കുന്നത് കണ്ടോ? അങ്ങനെ വരാതിരിക്കാൻ ഈ ഒരു ചെയിനിന്റെ തൊട്ടടുത്തുനിന്ന് കണ്ട ഈ ഒരു ചെയിനിന്റെ തൊട്ടടുത്തുനിന്ന് ഇവിടുന്ന് തന്നെ കുത്തുക. എന്നിട്ട് ഒരു ചെയിനും കൂടി കൊടുക്കുക. ഒരു ചെയിനും കൂടി എടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു കോണ് കിട്ടും. ഓക്കെ, ഒന്ന് വലുതാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി ഈ ഒരു സൈഡിലേക്ക്, ഇപ്പൊ ഞാൻ ഇനി ഈ ഒരു സൈഡിലേക്കാണ്, ഇപ്പുറത്തെ സൈഡിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പൊ ഈ ഒരു ചെയിന് ലൂസായിട്ട് നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? വേണ്ട, ഞാൻ ഇവിടെ കുത്തുകയാണെങ്കിൽ ആ ചെയിന് ലൂസായിട്ടാണ് നിൽക്കുക. അപ്പൊ അങ്ങനെ വരാതിരിക്കാന് നമ്മൾ ഈ ഒരു ചെയിനിന്റെ തൊട്ടടുത്തുനിന്ന് തന്നെ വീണ്ടും കുത്തി കൊടുക്കുക. ഒരു കുഞ്ഞ ചെയിൻ എടുത്ത് കൊടുക്കുക. അപ്പൊ അവിടെ വലിച്ചാല് അവിടെ ലോക്കായി. ഇനി നമ്മൾ പോകുമ്പോ ഇതുപോലെ ലൂസായിട്ട് നിൽക്കൂല. നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു സൈഡ് കിട്ടും. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കോൺ ഭാഗങ്ങളിലാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അല്ലാത്തത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇനി ഒരു പിക്ചർ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിതാ ഇവിടെ ഈ ഒരു ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ ചെയിൻ സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടുന്ന് ഇതുവരെ ചെയ്യാം. ഇവിടുന്ന് എൻഡിനോട്ട് എന്ന് പറഞ്ഞത് നമ്മൾ ആ ഒരു അടിയിലേക്ക് ചെയിൻ എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. പിന്നെ ഇവിടുന്ന് വീണ്ടും തുടങ്ങുക, ഇവിടെ കെട്ടിട്ട് കൊടുക്കുക. പിന്നെ ഇവിടുന്ന് വീണ്ടും തുടങ്ങുക, ഇവിടുന്ന് കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ മതിയാവും. അതല്ല ഈ ഒരു സൈഡിലാണ് നമ്മൾ നിർത്തിയിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ഇങ്ങനെ ഗ്യാപ്പ് ഈ ഒരു സൈഡിൽ നമ്മൾ ഇപ്പൊ ഇവിടെയാണ് കെട്ടിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അതായത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും കെട്ടിട്ടിട്ട് തുടങ്ങുന്നത് നല്ലത്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ സെന്ററിലൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ത്രെഡുമ്പോൾ കുഴപ്പമേൽക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊക്കെ ഗ്യാപ്പ് ഉള്ളൂ. ഇപ്പൊ ഇവിടെ നിർത്തി ഇപ്പുറത്തേക്ക് തന്നെ പോവാനുള്ളത് ഇത്ര ഗ്യാപ്പ് ഉള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ അത് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് പിക്ചറിലേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ലൈനിൽ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൽ തന്നെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരു പിക്ചറിലേക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.